എങ്ങനെ നമുക്കൊരു ബ്ലൗസിന്റെ മെഷർമെന്റ് എടുക്കാന്ന് കണ്ടു നോക്കാം കേട്ടോ. നമുക്കൊരു അളവ് കിട്ടിക്കഴിഞ്ഞു, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് ഇങ്ങനെ മടക്കിയിടുക, അതായത് ബാക്ക് ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഷോൾഡറിന്റെ അറ്റത്തുനിന്ന് താഴത്തെ ഭാഗത്തേക്ക് അളവെടുക്കുക. അതാണ് അതിന്റെ ലെങ്ത്. ഇപ്പൊ ലെങ്ത് ഒരു 15 ഇഞ്ചാന്ന് വിചാരിച്ചോളൂ. പിന്നെ അവിടുന്ന് നമ്മൾ ഈ എന്താ പറയുക, ഈ ബ്ലൗസിന്റെ തെറ്റം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന പോലെ ആക്കിയിട്ട് ഷോൾഡർ എടുക്കുക. ഷോൾഡർ ഇത് വരുന്നത് ഒരു 6.25 ഇഞ്ചാണ്. അത് 6.25 ഇഞ്ച് ഇപ്പൊ ഷോൾഡർ എന്ന് എഴുതി വെക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കഴുത്തിന്റെ വൈഡ് എടുക്കാം. കഴുത്തിന് എത്രയാണോ വൈഡ് വരുന്നത് ആ കഴുത്തിന്റെ വൈഡ് എഴുതി വെക്കാം. ഇത് 3 ഇഞ്ചൊക്കെയാണ് കഴുത്തിന്റെ വൈഡ് വരുന്നുണ്ടാവുക. അപ്പൊ അത് രണ്ടും എഴുതി വെക്കുക. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ ഓരോ എടുക്കുന്ന അളവുകളും അതാത് പേര് എഴുതി വെക്കുക. കാരണം പിന്നീട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കട്ട് ചെയ്യാനായിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അത് കട്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം നമുക്ക് ബാക്ക് കഴുത്തിന്റെ ഇറക്കം അറിയണം. അപ്പോൾ ഇങ്ങനെ മറച്ചിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അതായത് നമ്മുടെ എവിടെയാണോ കഴുത്ത് നിൽക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് ടേപ്പിന് ഇങ്ങോട്ട് മടക്കുമ്പോൾ കറക്റ്റ് തെറ്റാണ്ട് തന്നെ നമുക്ക് കഴുത്തിന്റെ ലെങ്ത് കിട്ടും. അപ്പൊ ഇതൊരു 8 ഇഞ്ചാണ്. 9 ഇഞ്ച് കഴുത്തിന്റെ ഇറക്കമുണ്ട്, പക്ഷെ കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു 8 ഇഞ്ചാക്കി 1 ഇഞ്ച് ഇറക്കം കുറച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് കഴുത്തും അപ്പൊ അവിടെ മടങ്ങി കിടക്കുന്നതിന്റെ മുകളിൽ നമുക്ക് ഫ്രണ്ട് കഴുത്ത് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് ഫ്രണ്ട് കഴുത്തിന്റെയും അളവ് അതുപോലെ തന്നെ മെഷർ ചെയ്യാം. അതും എഴുതി വെക്കാം. ഇനി എടുക്കേണ്ടത് ബ്രസ്റ്റ് അളവാണ്. അതായത് ചെസ്റ്റിൽ നമ്മുടെ വണ്ണാണ് എടുക്കുന്നത്. അത് നമ്മുടെ ഈ തെറ്റത്ത്, അതായത് ഒരു ഈ ഡൈനിങ് ടേബിളിന്റെ തെറ്റ് കണ്ടില്ലേ, അവിടെയാണ് അത് തുണി ഇരിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ ഈ തുണി കൊണ്ട് വലിച്ചു പിടിച്ച് നോക്കുക. വല്ലാണ്ട് വലിച്ചു പിടിക്കേണ്ട, ജസ്റ്റ് ആ ടേപ്പിനൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിന്റെ അളവ് എഴുതി വെക്കുക. അവിടെ 10.5 ഇഞ്ചാണ് വരുന്നുണ്ടാവുക. ആ 10.5 ഇഞ്ച് എൻ്റെ ബ്ലൗസ് എന്നുള്ള അളവാണ് കേട്ടോ പറയണത്. 10.5 ഇഞ്ച് എഴുതി. പിന്നെ ഇനി ആകെ അറിയേണ്ടത് അടിഭാഗത്തെ അളവാണ്, വേസ്റ്റ്. ആ വേസ്റ്റ് എത്രയാന്ന് നോക്കുക. അപ്പോൾ ഒരു 8 ഇഞ്ചാണ് വരുന്നത്. 4ആയിട്ടാണല്ലോ മടക്കി കിടക്കണേ. പിന്നെ ഇനി നോക്കേണ്ടത് സ്ലീവ് ലെങ്ത് ആണ്. അപ്പൊ സ്ലീവ് ലെങ്ത് എടുത്തു. സ്ലീവ് ലെങ്ത് എത്രയാണ് വരണേന്ന് നോക്കുക. നമ്മുടെ സ്ലീവിന്റെ അവിടെ നിന്ന് ആ ഡിപ്പിന്റെ അവിടെ നിന്ന് തൊട്ട് അറ്റം വരെയുള്ള ഒരു അളവ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് എടുക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത്ര ലെങ്ത് ആണ് ആ കൈക്ക് വേണ്ടത് എന്ന് മനസ്സിലായാൽ ആ കൈയുടെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. അതിന്റെ ഇടയിൽ സ്വിങ് അലവൻസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ മെഷർമെന്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. പിന്നെ അതിന്റെ തുമ്പ് ഭാഗം, ആ റൗണ്ടിൽ എത്രയാണ് അളവ് വരുന്നത്, അപ്പൊ ആ റൗണ്ട് എഴുതി വെച്ചു. പിന്നെയാണ് റിഗാള്. റിഗാൾ എടുത്തത് 9.25 ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കുക. കണ്ടോ, എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ആ 9.25 തന്നെയാണ് വരിക. അപ്പൊ 9.25 എഴുതി വെച്ചു. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യണ സമയത്ത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി വേണ്ടത് ഉൾഭാഗത്തേക്ക് നിവർത്തുക. ടക്കിന്റെ ഒരു അളവ് അറിയണം. ചിലർക്ക് ബ്രസ്റ്റ് സൈസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ആ ടക്ക് ഭാഗം കുറച്ച് കൂട്ടിയിടേണ്ടി വരും. അവിടെ തുണി കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതായത് വണ്ണല്ലാണ്ട് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക്. അല്ലാത്തവർക്കൊക്കെ ഒരു 1.5 ഇഞ്ച് പിടിച്ചാൽ മതി. 1.5 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ ഒരു തയ്യലിന്റെ തുമ്പ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ട് തുണിയുടെ അളവ്. ഇതിപ്പോ നമ്മൾ ഇവിടം തെറ്റം തൊട്ട് ആ അടിപ്പ് വരെ എത്രയാണെന്ന് അളന്ന് നോക്കുക. അപ്പൊ 1.5 ഇഞ്ചിലാണ് നിൽക്കണേ. കണ്ട ആ മെയിൻ ടക്കിന്റെ അളവ്. അപ്പൊ ആ 1.5 ഇഞ്ച് അവിടെ എഴുതി വെക്കാം. ആ 1.5 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യും. ഈ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടാണ്ട് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യും. അത് തയ്ച്ചു കഴിയുമ്പോൾ അതങ്ങനെ പൊയ്ക്കോളും. പിന്നെ ഇനി എടുക്കുന്നത് പോയിന്റിന്റെ അളവാണ്. അത് ആ മെയിൻ പോയിന്റ് എത്രയാണോ വരുന്നത് ആ പോയിന്റിന്റെ അളവൊന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ ആ പോയിന്റിന്റെ അളവിലേക്ക് മാർക്ക് ചെയ്ത് വെച്ച് അടിച്ചാൽ മതി. അപ്പൊ ആ പോയിന്റ് തുടക്കത്തിൽ നിന്ന് നമ്മൾ ആ ഷോൾഡറിന്റെ തുമ്പ് അടിച്ചു കൊടുത്തത് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള അളവെടുത്തു. അപ്പൊ അത് വരുന്നത് 11 ഇഞ്ചാണ്. ആ 11 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. നമ്മൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. പോയിന്റ് 11 ഇഞ്ച്. അപ്പോൾ അതിന്റെ അളവും കിട്ടി. പിന്നെ ഇനി നമുക്ക് അറിയാം ബാക്കി വരുന്ന ഈ സൈഡ് ടക്കും ആ സൈഡ് ടക്കും മുകൾ ഭാഗത്തെ ടക്കിനും 3 ടക്കിനും ഒരു 1.5 ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മൾ തയ്ക്കുക. സൈഡ് ടക്ക് മാത്രം 2 ഇഞ്ച് ഗ്യാപ്പും ബാക്കിയൊക്കെ 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ അളവെടുത്ത് തയ്ക്കേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ബ്ലൗസ് നോക്കും എത്ര വെച്ചാണോ പിടിച്ചിരിക്കണത്, എങ്ങനെയാണോ പിടിച്ചിരിക്കണത് എന്നുള്ളതൊക്കെ. അപ്പൊ മെഷർമെന്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കുക, ബ്രസ്റ്റ് സൈസ് എഴുതുക, വേസ്റ്റ് എഴുതുക, ലെങ്ത് എഴുതുക. ബ്ലൗസിന്റെ ലെങ്ത് എത്രയാണെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഫ്രണ്ട് കഴുത്ത് എഫ് എന്ന് എഴുതിയിട്ടുള്ളത് ഞാൻ ഫ്രണ്ട് കഴുത്തിനെയാണ്. ബാക്ക് ബി എഴുതിയിട്ടുള്ളത് ബാക്ക് നെക്കാണ്. പിന്നെ വൈഡ് എഴുതി വെച്ചിട്ടുണ്ട്, വൈഡ് എഴുതി വെക്കുക. പിന്നെ സ്ലീവ് ലെങ്ത് എഴുതുക.
സ്ലീവ് ലെങ്ത് 10.5 റിഗാള് വരുന്നത് 9.25, റൗണ്ട് വരുന്നത് 7.25. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ മെഷർമെന്റ് എടുക്കാനായിട്ട് ആദ്യം പഠിക്കുക. അത് കഴിയുമ്പോൾ നമുക്കത് ബ്ലൗസ് ഒരു പാറ്റേൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിലോ നമുക്ക് ഈ സെയിം അളവിൽ നമുക്ക് കട്ട് ചെയ്യാൻ പഠിക്കും. അതാണ് ആദ്യം വേണ്ടത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് ബ്ലൗസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേ അല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം.